പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇടയ്ക്കിടയ്ക്ക് മുൻ ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പുള്ളി ആരെയാണ് ഉദ്ദേശിച്ചത്? കടകംപള്ളി ആണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിലും പുള്ളിയുടെ സത്യത്തിൽ അങ്ങോട്ട് തന്നെയാണോ? 2004 ഈ സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറിയത്. അപ്പോൾ പോറ്റിയെ കയറ്റിയ മുൻ ദേവസ്വം മന്ത്രി ആരാണ്? ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. 2005 ശബരിമലയിൽ കയറിയ ഈ പോറ്റിയെ പിന്നീട് ദേവസ്വം വിജിലൻസ് ചില ക്രമക്കേടുകൾ കണ്ടെത്തി അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2013 പോറ്റിയെ വീണ്ടും കയറ്റി. അന്നത്തെ വകുപ്പ് മന്ത്രി V.S. ശിവകുമാറാണ്. ശിവകുമാറിനെ അറിയില്ലേ? കേൾവി കേട്ട കുപ്രസിദ്ധ അഴിമതിക്കാരനാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ സഹോദരൻ V.S. ജയകുമാറും ചേർന്ന് ശബരിമലയിലേക്ക് ഒരുപാട് പുതിയ പാത്രങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞ് ചുമ്മാ ബില്ലുണ്ടാക്കി. 1.81 കോടി തട്ടിച്ചത് അദ്ദേഹത്തിന്റെ അഴിമതി കരിയറിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. ഒരുപാട് പാത്രങ്ങൾ കുന്നുകൂടി ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ പുതിയ പാത്രങ്ങൾ വീണ്ടും വാങ്ങിച്ചതായി കാണിച്ച് വ്യാജ ബില്ലുകൾ ഹാജരാക്കിയാണ് അഴിമതി കാണിച്ചത്. ബോർഡിന് ഭീമമായ നഷ്ടം സംഭവിച്ചുവെന്നും ഓഡിറ്റ് സമയത്ത് റെക്കോർഡുകൾ മറച്ചുവെച്ചതായും അഴിമതിക്ക് ആധാരമായ തെളിവുകൾ അടങ്ങിയ ഫയൽ നശിപ്പിച്ചതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ സത്യത്തിൽ വി.ഡി. സതീശൻ ഉദ്ദേശിച്ച മുൻ ദേവസ്വം മന്ത്രി ആരാണ്? വേണുഗോപാലാണോ ശിവകുമാറാണോ? ആകെ മൊത്തം കൺഫ്യൂഷനാണ്.